കേക്കങ്ങോട്ടൊന്ന്. ആ കൊള്ളാം, ഇതിന്റെ കാര്യത്തിൽ തീരുമാനമായി. ബാറ്ററി അടിച്ചു പോയി. ഇനി കച്ചവടം ഇങ്ങനെ ആകാതിരുന്നാൽ മതിയായിരുന്നു. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾക്ക് എന്തോ വേണം? എന്തോ അവിടെ കടുപ്പത്തിലൊരു ചായ അവിടെ അങ്ങനെ മിണ്ടാതിരിക്കുക, എടുത്തു തരാം. നിങ്ങൾ കിടന്ന് പാവക്കാതെ നിങ്ങൾക്ക് ഒരു വിത്തോട്ട് ചായയിലും മധുരം കുറച്ച് പണം തരാം. അവിടെ നിന്ന് മിണ്ടാതിരിക്കുക. എനിക്ക് ആകെ പാട 2 കയ്യേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഈ കടയിൽ ഇതുവരെ ഒരു കച്ചവടം നടന്നിട്ടില്ല. എൻ്റെ ദൈവമേ, ആകെ കൂടി പോയത് ഇന്നലെ 10 ചായ, അതും എൻ്റെ ഈ കൈതട്ടി. ചൂടാകാതെ ഈ കടയിലെ ചായക്കില്ലല്ലോ ഇവിടെ ഇത്രയും ചൂട്. ആ പിന്നെ ഇവിടെ മറ്റേ ഷൂട്ടിങ്ങുകാർ വരുന്നെന്ന് പറഞ്ഞില്ലേ, അവരിന്ന് വരും. എൻ്റെ കടയും എന്നെയും സിനിമയിലെടുത്തു. നീ നോക്കിക്കോ, നമ്മൾ രക്ഷപ്പെടും. ശരി, വിളിക്കാം. എവിടെ കയറി പോവാ? കടയ്ക്കകത്തോട്ട്. ഒന്നും മനസ്സിലായില്ല. മനസ്സിലായി. 2 4 4 വിരലും മടങ്ങുന്നില്ല. നിങ്ങളാണോ പറഞ്ഞേ? ഞാൻ ആ ഡയറക്ടർ സിനിമ പിടിക്കാൻ വന്നല്ലയോ? നിങ്ങള് സിനിമയെ പിടിക്കോ മഞ്ജുവിനെ പിടിക്കോ എന്റെ കടക്കകത്ത് വെച്ച് പറ്റത്തില്ലെന്നാ പറഞ്ഞു. സിനിമ പിടിക്കാൻ വന്ന ആളാന്ന്. സിനിമ പിടിക്കാൻ വന്ന ഡയറക്ടർ. അതല്ലേ ഞാനിങ്ങനെ ഇത് ഞാൻ ഫ്രെയിം നോക്കുവാ. ഞാൻ ഡയറക്റ്റ് അങ്ങ് പറയണ്ടായിരുന്നു. അത് എനിക്ക് ഇന്ന് ഇവിടുന്ന് കിട്ടും. അവിടെ ഇട്ട് പിടിക്കരുത്. പറയട്ടെ, കൈ ഇങ്ങനെ വലിയ പ്രശ്നം. ക്യാമറ എടുത്തോണ്ട് എടുത്തോണ്ട് പോവാ. അപ്പൊ ആ സംശയം തീരുമല്ലോ. സിനിമ പിടുത്തക്കാര് വന്നു. നീ തൊഴിലുറപ്പില്ല, പണിക്ക് പോയി. പിന്നെ പോയി കുഴിയട പൊളിക്ക് പടി. ഞാൻ ഈ സിനിമയ്ക്കകത്ത് പൊളിക്കും. എനിക്ക് വേഷം തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. നീ നോക്കിക്കോ. എന്റെ ദൈവമേ, എന്റെ പൊന്നെ, കട തുറന്നില്ല. അതിന് മുമ്പേ പൈസക്ക് തണ്ടാൻ വന്നേക്കുവാ പിച്ചക്കാരൻ. എന്റെ പൊന്നാണ് ഇത്. ഞാൻ ഇത് കെട്ടല ഫ്രെയിം കിട്ടുമോ നോക്കണ്ടേ? ഫ്രെയിം കിട്ടുമോ? ഫ്രെയിം കിട്ടുമോ നോക്കുവാ. ആദ്യം നോക്കണ്ടോ? അവിടല്ല, ഇവിടെ. അത് കിട്ടും. എന്തോ നോക്കുവാ? ഇത് കിട്ടും. ഇവിടുന്ന് കിട്ടും താമസിക്കാതെ എന്റെ ഈ കയ്യിൽ. അന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേഷം തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓൾറെഡി ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ. ചുറ്റിയുണ്ടോ? ചുറ്റിയെന്നാ? അല്ല ചുറ്റിയല്ല. അപ്പൊ അങ്ങനെ ഒരു വേണ്ടായിട്ടാ. വേണ്ട, എളുപ്പം തന്നേ. അയ്യോ, ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അത് പറ. അതെന്തോ വെള്ളംകാലി പൊട്ടിക്ക് വന്നു? കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ഒരു വേണ്ട മേടിച്ച് 10 കടി കടിച്ചിട്ട് ഏറ്റില്ല. എങ്ങനെ? 10 കടി കടിച്ചിട്ട് അങ്ങനെ ഏറ്റോ. ആ തൊപ്പി എന്ന് എടുത്തേ. എടാ രഘു, നീയോ? ഓക്കെ രഘുവേ, എടാ നീ അന്ന് ബാലെ പൊളിഞ്ഞു പോയതല്ലയോ? ഞാനിപ്പൊ സിനിമ പിടിക്കാമെന്ന് പറഞ്ഞേ. നീ ഇപ്പൊ സിനിമ പിടിക്കാൻ നടക്കുക? പുതിയ സംവിധാനം ഞാൻ തുടങ്ങിയില്ലയോ? എടാ നീ കഴിഞ്ഞ ആഴ്ച ഇവിടെ വരുമെന്നല്ലേ എന്നെ വിളിച്ചു പറഞ്ഞു? ഞാൻ വരാനിരുന്നാ. എന്നാലും നമ്മളെ നടത്തി ബാലയിൽ നടത്തപ്പോ അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ചിലർ മനസ്സ് വെച്ചോണ്ടിരിക്കും. നമ്മളെ കാണുമ്പോഴേ ഇത് ഓർമ്മ വന്നിട്ട് എല്ലാവർക്കും ഒരേ സ്വഭാവമാണോ? അല്ല, എനിക്കും വേറെ പല സ്വഭാവം. അവര് ചിലപ്പം എടുത്തിട്ട് ഇരിക്കും നമ്മളെ. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച വരാൻ. എടാ മറ്റേ അശോകന്റെ മോൻ എന്തിയടാ? അവനിപ്പം വരുവോ? ഞാൻ ഒരു പുതിയ പടത്തിന്റെ ഷൂട്ട് തീർന്നല്ലോ. സൂപ്പർ പടമായിരുന്നു. ആ പടത്തിന്റെ പേരെന്തുവാ? പടത്തിന് നിറം മാറുന്ന ഓന്തിന് എന്തിനാ പെയിന്റ്. സൂപ്പർ പടാ. സിനിമയാണ്. അവൻ ഇതിനകത്ത് മെയിൻ നായകനാ. ഹലോ, ഞാനിപ്പോ ഷൂട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ലൊക്കേഷൻ മാറി ഞാൻ നടക്കൂല്ലേ? പക്ഷെ എന്തോ ചെയ്യാനാന്ന് പറ. ഞാനിപ്പോ വേറൊരു ലൊക്കേഷനിലോട്ട് വന്നു. ഓക്കെ ഓക്കെ ഓക്കെ. നമസ്കാരം. നമസ്കാരം. മനസ്സിലായില്ല? അല്ല, മനസ്സിലായില്ല. ഇതാണ് AM. ഏമോ? 12 മണിക്ക് മുമ്പ് ഉണ്ടായവനോ? അങ്ങനെ അല്ല, പിന്നെ അശോകന്റെ മകൻ. അശോകന്റെ അശോകന്റെ മോനെ മഴയില്ല. അത് അടിക്കുമെന്ന് എനിക്കറിയാം. നീ വന്നത് ക്ഷീണിച്ചു വരാൻ വേണ്ടിയായിരുന്നു. സൂപ്പർ ഡാൻസർ അല്ലയോ? മെയിൻ നായകനവൻ. എന്തുവാടാ മനസ്സിന് പിടിച്ചാന്ന് പറഞ്ഞോ? എനിക്ക് ഇതിന്റെ അകത്തെ പ്രധാന വേഷമാണല്ലോ നീ തന്നിരിക്കുന്നത്. എന്തുവാ തന്നിരിക്കുന്നത്? എനിക്ക് എന്റെ വേഷം അണ്ണൻ ഇതിനകത്ത് നായികയുടെ അച്ഛനായിട്ട് വരും. നായികയുടെ അച്ഛനാന്നോ? രഘു, നിന്നോടൊരു കാര്യം ഞാൻ പറയാം. എന്റെ ഭാര്യ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംശയക്കാരിയാണ്. എന്നെയോ? ഇപ്പൊ നിന്നെയാണോ? ഒരു കൊച്ചിന്റെ അച്ഛനാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളെന്നെ വീട്ടിൽ കയറ്റത്തില്ലെന്ന്. എന്റെ പോലെ അത് ജീവിതത്തിൽ. ഇത് സിനിമയല്ലയോ? സിനിമ അഭിനയിക്കോ? ഫേസ് മൊത്തം വരുമല്ലോ 24 മണിക്കൂർ എപ്പോഴും പടത്തില്ല. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. ആദ്യം ഇറങ്ങിക്കോ. എന്നാ ആ കരയുന്ന ഒരു ഭാഗമുണ്ട്. അതൊന്ന് ഫേസിൽ വരണമല്ലോ. ഫേസിൽ വരണം. സൗണ്ട് മതി. സൗണ്ട് മതി. എന്നാ കണ്ണീര് എടുത്തിട്ടേ ഇങ്ങനെ കൊടയുന്ന ഒരു. അപ്പൊ എന്റെ മുഖം വരണ്ടേ? മുഖം നോക്കട്ടെ, കൊള്ളാവുന്ന കയറ്റും. കൈന്നിട്ട് കൈനീര്. സൗണ്ട് മതി. സൗണ്ട് മതി. തല കേറി
തല വേണ്ട അണ്ണന് 2 അറ്റാക്ക് വന്നിട്ടിരിക്കുക. ആ അപ്പം ഒരു കാര്യം ചെയ്യാം. എടി നീ എടി 24 മണിക്കൂർ എന്റെ കൂടെ കിടന്നുറങ്ങുന്നവള് നീ അറിഞ്ഞില്ലല്ലോടി. വേറെ ഒരുത്തം വന്ന് പറഞ്ഞിട്ട് വേണം ഞാനിത് അറിയാൻ. എനിക്ക് 2 അറ്റാക്ക് വന്നിരിക്കുവാൻ. ഒരു കാര്യം ചെയ്യും, ആ റേഷൻ കാർഡ് കൊടുത്ത തുണിയെല്ലാം എടുത്തോണ്ട് പെട്ടെന്ന് ആശുപത്രി വേണം. ഞാൻ ഓട്ടോയും വിളിച്ചിട്ട് അങ്ങോട്ട് വരാം. എന്റെ പൊണ്ണെണ്ണ ഇന്ന് സിനിമയിൽ സീന്റെ കാര്യമില്ലേ പറഞ്ഞത്? ആ ക്യാരക്ടറിന്റെ കാര്യമല്ലേ പറഞ്ഞത്? എന്തോ ചെയ്യാന്ന് വെച്ചിട്ട് പോവാൻ. ആ ശരി, അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞു പറയട്ടെ. നിങ്ങൾക്ക് 2 അറ്റാക്ക് വന്നിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നീ വന്ന് ഡയലോഗ് പറയണം. അപ്പൊ ഈ പുള്ളിയൊക്കെ ഇത് സന്തോഷമായിരിക്കണം. ഈ സന്തോഷം പോകരുത്. പുള്ളി അറ്റാക്ക് വന്നിട്ടിരിക്കുന്ന മനുഷ്യനാ, പുള്ളിയുടെ സന്തോഷം കളയരുത് എന്നാ ഇത് പറയുകയും വേണം. ആ ഒരു സീനായി ഇപ്പൊ എടുക്കാം. ഇപ്പോഴേ ഫിഗർ പിടിക്കട്ടെ അച്ഛൻ്റെ. അത് ഞാൻ പറഞ്ഞിട്ട് പിടിച്ചാൽ മതി. അച്ഛൻ അത് തുടങ്ങിക്കോ. നില്ല ആ ചേട്ടാ സുഖമാണോ? സുഖമാണ് മോനെ. ഒരു മിനിറ്റ് ഇത് മാസ്ക് ഇത് ഒന്നൂടെ വന്നേ. ഒന്നൂടെ ഇങ്ങോട്ട് കയറിയുന്നോ മുട്ടിന്റെ അവിടെ. ചേട്ടാ എന്താണ് മകനെ സുഖമാണോ? ഇതെന്ത് പിച്ചാത്തി എന്തോ ഇടപാടാ ഇത്? മാസ്ക് ആണ് ഇതൊക്കെ. കടയൊക്കെ മാറാൻ പോവല്ലേ? എന്തോ ഈ പറയുന്നത്? മുഖം വന്നാ മതി എന്റെ. മുഖം കിട്ടിയ ഇതെന്തോ വലിയ കച്ചവടം. ചേട്ടാ പറ. സുഖമാണോ? സുഖമാണ്. അമ്മാവന് സുഖമാണോ? അമ്മാവന് സുഖമായിട്ടിരിക്കുന്നു. അമ്മാവൻ മരിച്ചുപോയി. സന്തോഷിക്ക്. എന്റെ അമ്മാവൻ മരിച്ചു പോയെന്നും പറഞ്ഞു കേട്ടോടാ. അന്നാ മുഖത്തൊന്നും കാണിക്കണ്ട. ഒരു കുന്തോ ഇല്ല. മുഖം അന്ന മുട്ട് വിറപ്പിക്കുക. എനിക്ക് മുട്ട് കിട്ടിയാ മതി. മുട്ടിന് ഇവിടെ ഷൂട്ടിങ്ങാ. പറഞ്ഞോ. അമ്മാവൻ മരിച്ച്. രഘു കുറച്ചു നേരമെങ്കിലും മുഖത്തോട്ടൊന്ന് പിടി. ഞാനില്ലേ നായക. ഇപ്പൊ എന്റെ ഇത് മുഖം മാത്രമേ കിട്ടാവൂ. എന്റെ മൊബൈൽ പൈസ ഇല്ല, ഒന്ന് റീചാർജ് ചെയ്യുന്നു. ആഹാ എടാ അതെന്തോന്നറിയാം, നേരം വെളുക്കും സൂര്യൻ എന്റെ ഈ നെറുകം തലക്കോട്ട് അടിക്കുന്നത്. അതിനെ ഞാൻ ബിജുവിന്റെ കടയിൽ നിന്ന് കൊണ്ടുവന്ന് റീചാർജ് ഇവിടെ ഇല്ല. ഒരു കാര്യം ചെയ്യും, അടുത്ത ഡയലോഗ് ഉണ്ട്, അതൊന്നും ചെയ്യാമോ? എന്തോ പറഞ്ഞോട്ടാ. അപ്പം കാലങ്ങൾ ഒരുപാട് ഉണ്ടാകും. പുള്ളിയുടെ മാത്രം ഡയലോഗാണോ? നിന്റെ നീ അങ്ങോട്ട് പറയണം. കാലങ്ങൾ ഒരുപാട് ഉണ്ടാകും, ഇടിയും മഴയും കുറെ വരും. അതെന്റെ ഫിഗർ ഉണ്ടോ? എവിടെ നോക്കട്ടെ, കിട്ടിയാ കിട്ടി. കാലന്മാര് പുറവേ വരും. ഞാൻ അന്ന് അത് ശ്രദ്ധിച്ചില്ല. ഞാൻ ആ മാസ്ക് ആയ സാധനം എന്തുവാ നോക്കിയാൽ ചുമ്മാതല്ല ചേടാ. നമ്മളാണ് അണ്ണ ചുമ്മാരാണ്. ഇതൊക്കെ മാറും, വലിയ കെട്ടിടം വരാൻ പോവല്ലയോ. അലമാരി പിന്നെ മറിക്കാം. കേറിക്കോ. വന്ന് നിൽക്കേ. ചേട്ടാ കാലങ്ങൾ പുറവേ വരും, ഇടിയും തൊഴിയും പുറവേ വരും. അത് വന്നിട്ടുണ്ടാവില്ല പോയി. എടാ കാലങ്ങൾ ഒരുപാടുണ്ടാകും. ഇടിയും മഴയും കുറെ വരും. എന്ത് വായന ഇത്ര മടിയില്ല നിനക്ക്? ഈസി അല്ലേ അത് പറയാൻ? ഞാൻ നായകവേഷം വാങ്ങിച്ചിരിക്കട്ടെ. കണ്ടോടാ, അത് മാസ്കായിരുന്നു. മാസ്ക് 12 മണിക്ക് മുമ്പ് ഉണ്ടായവനെ. പ്ലീസ്. കാലന്മാർ ഒരുപാടുണ്ടാകും, ഇടിയും മഴയും. തെറ്റാളാ. കാലങ്ങൾ ഇനിയും ഉണ്ടാകും. അപ്പം എന്റെ കയ്യിൽ നീ വാങ്ങിക്കും. അപ്പൊ ചേട്ടൻ പറയുമ്പോ ഞാൻ ഇങ്ങനെ ഇതിട്ട് അനക്കാം. അതെന്നാ അപ്പൊ ഡയലോഗ് ലിപ്പ് നീ കൊടുക്കാൻ. നടക്കുന്ന കേസല്ല, നീ ചുമ്മാ ഇത്. എന്റെ മുഖം കണ്ടാലേ പടം കൊടുത്തുള്ളേ. ആ പടം കൊടുത്തുള്ളെങ്കിൽ ഈ ഡയലോഗ് നീ എന്നാ കംപ്ലീറ്റ് പറ. എന്നാലും എന്റെ പ്രണയിനിയെ ഞാൻ സ്വന്തമാക്കും. നിശ്ചയം. അത്രേ ഉള്ളൂ. എന്നാലും അയ്യോ ആക്ഷൻ പറഞ്ഞോ. സോറി. എന്നാലും എന്റെ പ്രണയിനിയെ ഞാൻ സ്വന്തമാക്കും. സാധിക്കത്തില്ല. അയ്യോ തല കയറി. അങ്ങനെ പറയാതെ നിശ്ചയം. അത് പറഞ്ഞാ മതിയോ? 3 നിശ്ചയം. നിശ്ചയം. കല്യാണം ഞാൻ നടത്തി കൊടുക്കത്തില്ല. അതിനാ ചുമ്മാ അങ്ങ് പറഞ്ഞതാ. അങ്ങനെ കഴിഞ്ഞിട്ട് കളിക്കുന്നതാണോ ഇത്? ഇതെവിടെ പോകും? എവിടെ ചെന്ന് കയറും? എനിക്കറിയാൻ വയ്യ. ഇത് ശരിയാത്തില്ല. രഘുവേ, ഇതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്റെ വയറ്റിൽ പിഴപ്പാ ഇത്. അതവിടെ നിൽക്കട്ടെ. നീ നേരെ കാര്യം പറയട്ടെ. ഇതിപ്പോഴേ ഈ അണ്ണന്റെ അഭിനയം ശരിയാകുന്നില്ല. ഇല്ല, ഈ ലൊക്കേഷൻ ശരിയല്ല. ഞാൻ കളിച്ച് കയറി. നീ കയറി കയറ്റം പറയണ്ട. അവര് കട കൊള്ളത്തില്ല. നമുക്കൊരു ഷൂട്ടിങ്ങിന് പറ്റിയ സാധനവുമല്ല. ഇനിയിപ്പോ എന്തോ ചെയ്യുന്നു? എന്നോട് പറ.
അണ്ണാ വിഷമിക്കുകയും ചെയ്യല്ലേ വിഷമമില്ല, കാര്യം പറ. അണ്ണൻ ഒട്ടും പോരാ ആ, പറഞ്ഞാ മനസ്സിലാവും. ഞങ്ങൾ വേറൊരാളെ വിളിക്കുവോ എന്റെ അച്ഛനായിട്ട് അല്ലേ കമുക അച്ഛനായിട്ട് അതുപോലെ ഈ കടയും പോരാ ഈ കട പോരാ. അപ്പം 12 മണിക്ക് മുമ്പ് ഉണ്ടായവനെ ഇങ്ങോട്ട് നീങ്ങി ഡയറക്ടറെ ഇപ്പുറത്തോട്ട് വന്നാട്ടെ. അപ്പം എന്റെ കട പോരാ, എന്റെ അഭിനയം പോരാ. നിനക്ക് എന്റെ അഭിനയത്തോട് പുച്ഛം, നിനക്ക് എന്റെ കട പോരാ. ഇനി ആക്ഷൻ പറഞ്ഞു. ആക്ഷൻ പറ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.